മെൻസ് കമ്മീഷൻ ശരിക്കും പുരുഷന്മാർക്ക് ആവശ്യമുണ്ടോ? ഇപ്പോൾ വളരെയധികം കത്ത് നിൽക്കുന്ന ഒരു ഡിബേറ്റ് ആണത്. സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്, ഇതാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റും കൂടെ വന്നപ്പോൾ എല്ലാവരും ഇത് ചർച്ച ചെയ്തു. ശരിക്കും ഇത് ഇപ്പോഴൊന്നും അല്ല ഈ ഡിമാൻഡ് ആദ്യമായിട്ട് വെച്ചത്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ പാർലമെന്റിൽ വരെ ചർച്ച ചെയ്യപ്പെട്ട വലിയൊരു ടോപ്പിക്കാണ്. ശരിക്കും ആണുങ്ങൾക്ക് മെൻസിന് ഒരു മെൻസ് കമ്മീഷന്റെ ആവശ്യം ഇന്ത്യയിലുണ്ടോ? വലിയൊരു ചോദ്യമാണ്. വേണമെന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. ഒരിക്കലും മെൻസ് കമ്മീഷൻ ആവശ്യമില്ല, കാരണം മെന്നല്ലേ മെജോറിറ്റി. അപ്പോൾ ജെൻഡർ എന്ന് പറയുമ്പോൾ തന്നെ ആണുങ്ങളല്ലേ മെജോറിറ്റി നിൽക്കുന്നത്, അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേക ഒരു കമ്മീഷൻ്റെ ആവശ്യം എന്താ എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുമുണ്ട്. ശരിക്കും മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീകൾക്ക് വിരുദ്ധമായിട്ടുള്ളൊരു കമ്മീഷനല്ല. വിമൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ മെൻസിനെതിരെ ഉള്ളതുമല്ല. നമ്മളെപ്പോഴും വിമൻ ടു വിമൻ കംപ്ലൈൻറ്റുകൾ നമ്മൾ കേൾക്കാറില്ലെന്നാണ്. അപ്പോൾ ശരിക്കും കമ്മീഷൻസ് എന്തിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഒരുപാട് രാജ്യങ്ങളിൽ മെൻസ് കമ്മീഷനുണ്ട്, പക്ഷെ അവരൊന്നും സ്ത്രീകൾക്കെതിരെയുള്ള കംപ്ലൈൻ്റ് അല്ല. ആണുങ്ങളുടെ ഇടയിൽ നടക്കുന്ന സൂയിസൈഡ് റേറ്റ്സ്, ഡ്രഗ് അബ്യൂസ്, ഇതൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കെന്നൊരു നിഷ്പക്ഷമായിട്ടുള്ളൊരു ഇംപാർഷ്യൽ ഡിസ്കഷൻ നടത്താം. ഇത് വേണമെന്നോ വേണ്ടാന്നോ അതൊക്കെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും രേഖപ്പെടുത്താം. ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട്. എന്നാണ് ഈ മെൻസ് കമ്മീഷൻ്റെ ഒരു ഡിമാൻഡ് വന്നത്, എന്താണ് ശരിക്കും ഈ കമ്മീഷൻ ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ചൊരു മിനിമം കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ കോണ്ടെക്സ്റ്റിലൂടെ ചർച്ച ചെയ്യാം. ഐ എം അർജുൻ ആർ ശങ്കർ and this is IAS Factors Context. ഇപ്പോൾ പ്രസന്റ്ലി ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണലി അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി പോലെയൊക്കെ മെൻസ് കമ്മീഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്ത്യയിൽ അങ്ങനെ ഒരു ഒഫീഷ്യൽ ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു മെൻസ് കമ്മീഷൻ, ഇപ്പോൾ നമുക്കൊരു വിമൻസ് കമ്മീഷൻ ഉണ്ട്, അതേപോലെ ഒരു മെൻസ് കമ്മീഷൻ ഇന്ത്യയിലില്ല. പക്ഷേ ഒരുപാട് മെൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന NGOസും ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ സേവ് ഇന്ത്യൻ ഫാമിലി ഫൗണ്ടേഷൻ, മെൻസ് വെൽഫെയർ ട്രസ്റ്റുകൾ, മെൻസ് റൈറ്റ്സ് അസോസിയേഷൻ, ഇങ്ങനത്തെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. കുറേ കാലമായിട്ട് ഒരു മെൻസ് കമ്മീഷൻ വേണം, ആണുങ്ങളുടെ അല്ലെങ്കിൽ മെൻസിൻ്റെ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന വേദികൾ വേണം, പ്ലാറ്റ്ഫോമുകൾ വേണം എന്നൊക്കെ പറഞ്ഞ് ഒഫീഷ്യൽ ഗവൺമെൻറ് റെക്കഗ്നിഷൻ വേണം എന്ന് പറയുന്ന വലിയൊരു പൊളിറ്റിക്കൽ മൂവ് നടത്തിയിരുന്നു. പക്ഷേ ഇത് നടന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം 1990കളുടെ തുടക്കത്തിലും 2000ൻ്റെ ഇടയിൽ അങ്ങനെ മേജർ ഡിമാൻഡുകളൊന്നുമില്ല. അന്ന് കൂടുതലും എല്ലാവരും വിമൻസ് കമ്മീഷൻ തന്നെയായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. കാരണം സ്ത്രീകൾക്കെതിരെ വന്നിരുന്ന വലിയ വയലൻസുകൾ, അക്രമങ്ങളൊക്കെ വലിയ രീതിയിലായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീധന പ്രശ്നം, ഡൊമസ്റ്റിക് വയലൻസ്, ഡൗറി റിലേറ്റഡ് പ്രശ്നം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വിമൻസ് കമ്മീഷൻ വരുന്നത്. സ്ത്രീകൾക്ക് വലിയൊരു ശബ്ദമായാണ് വനിതാ കമ്മീഷൻ മുന്നോട്ട് വരുന്നത്. പക്ഷേ അപ്പോഴും മെൻസ് കമ്മീഷൻ വേണമെന്ന് വലിയൊരു ഡിമാൻഡ് അവിടെ തന്നെ നിന്നു. വലിയൊരു മാറ്റം കൊണ്ടുവരാൻ വന്നത് 2004-2005 കാലഘട്ടത്തിലാണ്. ഇതേപോലെ മെൻസ് NGOസ് കുറച്ചും കൂടെ സ്ട്രെങ്ത് കിട്ടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സേവ് ഇന്ത്യൻ ഫാമിലി ഫൗണ്ടേഷൻ പോലത്തെ ഇന്ത്യൻ ഫാമിലി ഫൗണ്ടേഷൻ, ഇവരൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് വാദിച്ചു. പക്ഷേ അതിൽ വാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇവരുടെ വശം എപ്പോഴും നമുക്ക് രണ്ട് വശം കേൾക്കണം എന്ന് പറയുന്ന പോലെ ഇവരുടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സെക്ഷൻ 498A സ്ത്രീകൾക്കെതിരെ ഡൊമസ്റ്റിക് വയലൻസ്, ക്രുവൽറ്റി അഗെയിൻസ്റ്റ് വിമൻ, സ്ത്രീകൾക്കെതിരെ ക്രുവൽറ്റി, വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ്, ഡൗറി, സ്ത്രീധന റിലേറ്റഡ് ആയിട്ടുള്ള കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിരുന്ന വലിയൊരു പരാതിയായിരുന്നു ഇത്. പല പരാതികൾ ഒരുപാടുണ്ടെങ്കിലും ചില പരാതികൾ ഫേക്കാണ്, ഫാബ്രിക്കേറ്റ് ചെയ്ത് ആണുങ്ങൾക്കെതിരെ പരാതി വന്നിരുന്ന ഒരു സിറ്റുവേഷൻ ഇവർ മെൻസ് കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട ആൾക്കാർ ഉന്നയിച്ചിരുന്ന വലിയൊരു ഡിമാൻഡായിരുന്നു. കാരണം ഇതിൽ കുറേ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ ശതമാനം കംപ്ലൈൻറ്റുകൾ വന്നിരുന്നു. പിന്നെ ആണുങ്ങളുടെ ഇടയിൽ വന്നിരുന്ന സൂയിസൈഡ് റേറ്റ്സ്, ഇവരുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊന്നും ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. കാരണം വിമൻസ് കമ്മീഷൻ വന്ന സമയത്ത് എപ്പോഴും പുരുഷന്മാരാണല്ലോ മെജോറിറ്റി നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊരു കമ്മീഷൻ്റെ ആവശ്യമില്ല എന്നാണ്. പ്രത്യേക മിനിസ്ട്രി പോലും നമുക്കുണ്ട്, മിനിസ്ട്രി ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. കാരണം വനിതകളുടെ പ്രശ്നം നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ചരിത്രം മുഴുവൻ പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. വർഷങ്ങളായിട്ട് ഹിസ്റ്റോറിക്കലി തന്നെ ഡിസഡ്വാൻറ്റേജിയസ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇതേപോലെ വയലൻസ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഡെഫിനറ്റ്ലി അതുകൊണ്ടാണ് കമ്മീഷൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ മെൻസ് കമ്മീഷൻ്റെ ഡിമാൻഡുകൾ സുപ്രീം കോടതി വരെ ഇത് ചർച്ച ചെയ്തു. സുപ്രീം കോടതിയിൽ വരെ ചർച്ചയുണ്ടായിരുന്നു മെൻസ് കമ്മീഷൻ വേണം. അതിനുശേഷം പാർലമെന്റിൽ ഇപ്പോൾ രാജ്യസഭയിൽ ഹർഷ് ചൗഹാൻ എന്ന് പറയുന്ന ഒരാൾ മെൻസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നീട് 2015-16 പാർലമെന്ററി കമ്മിറ്റി വരെ ഒരു മെൻസ് കമ്മീഷന്റെ സാധ്യതകൾ എന്താണ് എന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു.
പക്ഷേ 2018 ആയപ്പോൾ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ഹെൽത്ത് വിമൻ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പറഞ്ഞു അങ്ങനെ ഒരു മെൻസ് കമ്മീഷൻ്റെ ആവശ്യം ഇന്ത്യയിൽ ഇല്ല, ഇപ്പോൾ തൽക്കാലം ആണുങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വർഷം ഒരുപാട് ആൾക്കാർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് ആക്ടിവിസ്റ്റുകൾ ഉണ്ടായിരുന്നു, MP-മാരായിട്ടുള്ള ആൾക്കാരും ഒരു ആണുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മെൻസ് കമ്മീഷൻ വേണം. അവരെടുത്തു പറഞ്ഞൊരു കാര്യമാണ്, മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരെ ഉള്ളതല്ല, സ്ത്രീകൾക്കെതിരെ പരാതി കൊടുക്കാനുള്ളതല്ല, അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയില്ല. പക്ഷെ മറുവശത്തെന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ്, എന്തിനാണ് ഓൾറെഡി ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, സ്ത്രീകളുടെ പ്രശ്നം ചർച്ച ചെയ്യാനല്ലേ ഓർഗനൈസേഷനും സ്ഥലവും സ്പേസും ഇല്ലാത്തത്, അപ്പോൾ സ്ത്രീകൾക്ക് മാത്രം മതിയല്ലോ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഡിബേറ്റും അവിടെ നിന്ന് വന്നു. ഇതെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിബേറ്റ് തന്നെയാണ്. പക്ഷെ എന്നാലും 1990 തൊട്ട് ഇതിന് വേണ്ടിയുള്ള വലിയ മാറ്റങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോസ് ആണുള്ളത്. എന്നാലും നമ്മളൊരു സ്റ്റേറ്റ് വൈസ് അനാലിസിസ് എടുക്കുമ്പോൾ ഒരുപാട് സ്റ്റേറ്റ്സിൽ നമുക്ക് കാണാൻ സാധിക്കും മെൻസ് കമ്മീഷൻ ആയിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മെൻസ് വെൽഫെയർ സെല്ലുകളുണ്ട്. ഇപ്പോൾ തെലങ്കാന, ഹൈദരാബാദ്, അവിടെയൊക്കെ മെൻസ് വെൽഫെയർ സെല്ലുകൾ പോലീസിനകത്തും മറ്റ് ഓർഗനൈസേഷൻസിലൊക്കെ അവർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര പോപ്പുലർ അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ പഞ്ചാബ്, ഹരിയാനയിലൊരു മെൻസ് കമ്മീഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു, പക്ഷെ പിന്നീട് ഗവൺമെന്റ് സപ്പോർട്ട് ഇല്ലാതെ പോയി. പിന്നെ പഞ്ചാബ്, ഡൽഹി, കർണാടകയിലൊക്കെ ഒരുപാട് മെൻസ് NGOs പോപ്പുലറാണ്. പക്ഷെ കർണാടകയിൽ 2022 മെൻസ് കമ്മീഷന് വേണ്ടി ഒരു ബില്ല് പാസ്സാക്കി, മെൻസ് കമ്മീഷൻ ബില്ല് പാസ്സാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നു. പക്ഷെ അതും വേണ്ടത്ര സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് ആ ബില്ലും നിലവിൽ വന്നില്ല. നമുക്കിനി മെൻസ് കമ്മീഷൻ ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാം. പലയിടത്തും പ്യുവറായിട്ടൊരു മെൻസ് കമ്മീഷൻ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. എന്നാൽ മെൻസ് വെൽഫെയർ സെല്ലായിട്ട് പ്രവർത്തിക്കുന്ന ഏജൻസീസും ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത് ഈ ഒരു മെൻസ് കമ്മീഷൻ്റെ ഒരു ഫോർമുലേഷനിൽ ഒരു പോളിസി ലെവലിൽ നോക്കുമ്പോൾ ഒരിടത്തും സ്ത്രീകൾക്കെതിരെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന രീതിയിൽ ഒരിടത്തും ഇല്ല. മറിച്ച് കൂടുതലും പുരുഷന്മാരുടെ ഡെവലപ്മെൻ്റൽ ആസ്പെക്റ്റ് ചർച്ച ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ്. ഇപ്പോൾ നോർവേ വളരെ സമ്പന്നമായിട്ടുള്ള, വളരെ ഫോർവേഡായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. എല്ലാ ഇൻഡെക്സുകളിലൊക്കെ നമ്മൾ നോർവേ എപ്പോഴും മുന്നിൽ കാണാറുണ്ട്. നോർവേയിൽ മെൻസ് കമ്മിറ്റി ഉണ്ട്, ജെൻഡർ ഇക്വാലിറ്റിയെ പോലെ തന്നെ മെൻസ് കമ്മിറ്റി ഉണ്ട്. നമുക്ക് ആദ്യം ഓരോ രാജ്യങ്ങളുടെ ഇത് പരിചയപ്പെട്ട് എന്താണ്, ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളുടെയും ഓർഗനൈസേഷൻ സ്ട്രക്ചർ വ്യത്യാസം ഉണ്ടെങ്കിലും ഇവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയ സെയിം ആണ്. ഇപ്പോൾ നോർവേയിൽ ജെൻഡർ മെൻസ് കമ്മിറ്റി ഉണ്ട്. ഐസ്ലൻഡിൽ മെൻസ് ജെൻഡർ ഇക്വാലിറ്റി കൗൺസിൽ ഉണ്ട്, അവിടെ ഒരു കൗൺസിലുണ്ട്. ഓസ്ട്രേലിയയിൽ ഒരു മെൻസ് കമ്മീഷൻ ആയിട്ടില്ലെങ്കിൽ പോലും ഓസ്ട്രേലിയയിൽ ഒരു മെയിൽ അഡ്വൈസറി പാനലുണ്ട്, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള പ്രത്യേകതരം ഒരു അഡ്വൈസറി പാനലുണ്ട്. അയർലൻഡിലെ MDN മെൻസ് ഡെവലപ്മെന്റൽ നെറ്റ്വർക്ക് ഉണ്ട്, അത് ഗവൺമെന്റ് ഫണ്ട് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവും കൂടാണ്. ഒരുപാട് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും മാസ്കുലിനിറ്റി അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. സൗത്ത് ആഫ്രിക്കയിൽ CG ഉണ്ട്, കമ്മീഷൻ ഓൺ ജെൻഡർ ഇക്വാലിറ്റി. അവിടെ സൗത്ത് ആഫ്രിക്കയിൽ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിട്ടുള്ളൊരു ബോഡിയാണ് സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്നത്. ജപ്പാനിൽ അങ്ങനെ ഒരു മെൻസ് കമ്മീഷൻ ഒന്നും ഇല്ലെങ്കിലും മെൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ജെൻഡർ ഇക്വാലിറ്റി ബ്യൂറോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അവിടെ മെൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് പ്രത്യേകമായിട്ടുള്ള പോളിസി കാര്യങ്ങൾ, കുട്ടികളെ നോക്കുന്ന ചൈൽഡ് കെയർ ഒക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ മെൻസ് കമ്മീഷൻ്റെ സിമിലർ ഫോംസ് ഉള്ള രാജ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഇത് മെൻസ് കമ്മീഷൻ്റെ സിമിലർ ഫോംസ് ഇല്ലാത്ത രാജ്യങ്ങളും ഉണ്ട്. ഫേമസ് ആയിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, UK, ഫ്രാൻസ്, ജർമ്മനി, കാനഡ, ഈവൻ ഇന്ത്യ, ഇവിടെയൊന്നും മെൻസ് കമ്മീഷൻ ഒഫീഷ്യലായിട്ടില്ല. എല്ലായിടത്തും വെൽഫെയർ അസോസിയേഷൻസ് മാത്രമേ ഉള്ളൂ. കാരണം ഇവരുടെയൊക്കെ ഏറ്റവും വലിയ, ഈ രാജ്യങ്ങളുടെ എല്ലാം മെയിൻ ആയിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ആണുങ്ങളെയും പുരുഷന്മാരെയും കേറ്റർ ചെയ്യുന്ന രീതിയിൽ അവരെ കൃത്യമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഓൾറെഡി ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഹിസ്റ്റോറിക്കായിട്ട് സ്ത്രീകളുടെ സുരക്ഷയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. ശരിക്കും മെൻസ് കമ്മീഷൻ ഇന്ത്യയിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്, വേണ്ടെന്ന് പറയുന്നവരുണ്ട്. വേണമെന്ന് പറഞ്ഞവരെല്ലാം നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത കാരണം കൊണ്ടാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാരണങ്ങളും, ആണുങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം ആരാണ് പരിഹരിക്കുന്നത്, അല്ലെങ്കിൽ ഇതെവിടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? അതുകൊണ്ട് ഒരു റെസ്പോൺസിബിൾ ഓർഗനൈസേഷൻ വേണം. പക്ഷേ മെൻസ് കമ്മീഷൻ വേണ്ട എന്ന് പറയുന്ന, എതിർക്കുന്ന ആൾക്കാരുടെ മേജർ ആർഗ്യുമെന്റ്സ് ഇതൊക്കെയാണ്. ഒരു മെൻസ് കമ്മീഷൻ വന്നാൽ ഉറപ്പായിട്ടും ജെൻഡർ പോളറൈസേഷൻ സംഭവിക്കും. എന്താണ് ഈ ജെൻഡർ പോളറൈസേഷൻ? ആണ് പെണ്ണ് എന്ന് പറയുന്ന ആൺ പെണ്ണ് വ്യത്യാസം, മെൻ വിമൻ, ഈ വ്യത്യാസം കുറച്ചും കൂടെ പോളറൈസ്ഡ് ആവും. മെൻസ് കമ്മീഷൻ എന്നൊക്കെ വന്നു കഴിയുമ്പോൾ സ്ത്രീകൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു സ്റ്റിഗ്മ കൂടുതലാണ്. നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റിഗ്മ കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ 2 കമ്പാർട്ട്മെന്റ്സിലേക്ക് പോകും. അപ്പം അങ്ങനെ പോളറൈസ്ഡ് ആയിട്ട്
രണ്ട് വിഭാഗം വരുന്നത് സൊസൈറ്റിക്ക് നല്ലതല്ല എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഓൾറെഡി മെൻസിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ ഉണ്ടല്ലോ എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി വിമൻസ് കമ്മീഷൻ എക്സ്ക്ലൂസീവ്ലി സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഇന്ത്യയിൽ ഓൾറെഡി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്, പോലീസ് ഉണ്ട്, കോടതികളുണ്ട്. ഇനി ഡിവേഴ്സ് കേസസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഫാമിലി കോടതികളുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. യൂണിവേഴ്സലായിട്ട് പുരുഷന്മാർക്ക് അവരുടെ പ്രശ്നങ്ങൾ തീർക്കാനും പരിഹരിക്കാനും ഉള്ള സിസ്റ്റം ഓൾറെഡി ഇന്ത്യയിലുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. മൂന്നാമതായിട്ട് ഇവർ ഏറ്റവും കൂടുതൽ ഡിബേറ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. ഡെഫിനറ്റ്ലി മെൻസ് കമ്മീഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി സെൻട്രൽ അലോക്കേഷൻ വേണ്ടി വരും, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ, ഒരുപാട് സ്റ്റാഫ്, ഇവരുടെ റിക്രൂട്ട്മെൻറ്റ്, അതേപോലെ സ്റ്റേറ്റ് ബ്രാഞ്ചുകൾ, എല്ലാ സംസ്ഥാനത്തും അതിൻ്റെതായ സ്റ്റേറ്റ് ബ്രാഞ്ചസ്. ഇങ്ങനെ വരുമ്പോൾ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണം. അതിൻ്റെ ആവശ്യം ശരിക്കും ഉണ്ടോ? പിന്നെ പറയുന്ന ഒരു വലിയ ക്രിറ്റിസിസം ഇതാണ്, മെൻസ് കമ്മീഷൻ വന്നാൽ ആണുങ്ങളുടെ പ്രശ്നം ഡിഫൈൻ ചെയ്യാൻ പാടാം. സ്ത്രീകളുടെ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും വയലൻസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇഷ്യൂസ്, ഇക്വാലിറ്റി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ പോകുന്നല്ലാതെ മെൻസിൻ്റെ പ്രശ്നങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പാടാതെ ഒരുപാട് തലത്തിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പിന്നെ എക്സിസ്റ്റിംഗ് നിയമത്തിൽ ഓൾറെഡി കുറേ മിനിസ്ട്രി, ഇപ്പോൾ ഹോം മിനിസ്ട്രി, ലോ മിനിസ്ട്രി, അതേപോലെ ഹെൽത്ത് മിനിസ്ട്രി, ഒരുപാട് മിനിസ്ട്രീസിൻ്റെ കീഴിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഈ പ്രോഗ്രാമുകൾ എല്ലാവർക്കും ഈക്വലായിട്ട് തന്നെ എല്ലാവർക്കും ബെനിഫിറ്റ് കൊടുക്കുന്ന പ്രോഗ്രാമുകളാണ്. അങ്ങനെ പുതിയ മെൻസ് കമ്മീഷൻ കൊണ്ടുവന്നാൽ ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയി പോകുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പ്രധാനമായും അങ്ങനെ ഒരു കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഒരു സൊല്യൂഷൻ ഇല്ലാണ്ടാവും. കാരണം മെൻസ് കമ്മീഷനിൽ ഒരുപാട് പരാതികൾ വരും. സ്വാഭാവികമായിട്ടും വിമൻസ് കമ്മീഷൻ്റെ അടുത്ത് ഒരു ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസ് വന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു ഡൗറി പ്രശ്നം, സ്ത്രീധന പ്രശ്നം വന്നു, അല്ലെങ്കിൽ ഒരു വയലൻസിൻ്റെ പ്രശ്നം വന്നു, പലപ്പോഴും വരാറുണ്ട്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു കമ്മീഷൻ ഉള്ളപ്പോൾ പലപ്പോഴും ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഉടനെ ഇവർ മെൻസ് കമ്മീഷനിൽ പരാതി കൊടുക്കും, എനിക്കെതിരെ തെറ്റായ ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞിട്ട്. സുപ്രീം കോടതി പോലും ശരിവെച്ചൊരു സത്യമുണ്ട്. കാരണം കുറേ കേസുകളിൽ ഡൊമസ്റ്റിക് വയലൻസിൽ 498 പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്ന കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ നിശ്ചിത പെർസെൻറ്റേജ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ രണ്ട് കമ്മീഷൻ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുന്ന കേസുകളെല്ലാം അങ്ങോട്ട് പോവും, അവിടെ നിന്ന് ഇങ്ങോട്ട് പരാതി വരും, അങ്ങോട്ട് കോൺഫ്ലിക്റ്റ് ചെയ്ത് ആർക്കും നീതി ലഭിക്കാത്ത രീതിയിൽ, ജസ്റ്റിസ് ഇല്ലാത്തൊരു രീതിയിലേക്ക് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഒരു നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ പിന്നെ സ്ത്രീകൾക്ക് വേണ്ടത്ര സെക്യൂരിറ്റി കിട്ടില്ല എന്ന് പറയുന്നൊരു വിഭാഗം, ഒരു ഡിബേറ്റും ഇവിടെയുണ്ട്. അടുത്തത്, നമ്മൾ എല്ലാവരും പൊതുവെ ഓർഗനൈസേഷൻസിനെ കളിയാക്കി പറയുന്നതാണ് സിംബോളിക് ഓർഗനൈസേഷൻസ്. വെറുതെ ഒരു ഓർഗനൈസേഷന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയ പോലെ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല, ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉണ്ട്, അപ്പോൾ നമ്മൾ വെറുതെ കുറേ സെമിനാറുകൾ നടത്തും, പ്രോഗ്രാമുകൾ നടത്തും, കുറേ അവയർനെസ് പ്രോഗ്രാം നടത്തുന്നല്ലാതെ ഒരു പ്രശ്നവും സോൾവ് ചെയ്യാത്ത ഒരു സിംബോളിക് ഓർഗനൈസേഷനായി ചിലപ്പോൾ മെൻസ് കമ്മീഷൻ മാറിയാലോ എന്നുള്ളൊരു ക്രിറ്റിസിസം ഉണ്ട്. അപ്പോൾ ഈ ക്രിറ്റിസിസംസ് എന്ന് പറയുന്നത് നമ്മൾ ത്രാസിൽ നമ്മൾ ശരിയും തെറ്റും തൂക്കുന്ന പോലെയാണ്. ഇത് വേണമെന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. കാരണം മിസ്യൂസ് വരുന്നുണ്ട്. ഇങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുമ്പോൾ എന്നും സ്ത്രീക്കൊപ്പം മാത്രം നിൽക്കുമ്പോൾ പുരുഷന്റെ ശബ്ദം കേൾക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ പൊസിഷനുണ്ട്. അതിനുവേണ്ടി മെൻസ് കമ്മീഷൻ വേണമെന്ന് വാദിക്കുമ്പോൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിമന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് പറയുന്ന ഒരു പേടിയും ഇവിടെയുണ്ട്. എന്തായാലും ഇന്ത്യയിൽ ഇതുവരെ ഇങ്ങനെ പല ബില്ലുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ കോൺക്രീറ്റ് ആയിട്ട് ഒരു മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തുനിന്നും ഹർജികൾ കൊടുക്കുന്നുണ്ട്, വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇതുവരെ ഒഫീഷ്യലായിട്ട് ഒരു മെൻസ് കമ്മീഷൻ കൊണ്ടുവരുന്നത് എനിക്കറിയില്ല. ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ല. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. മെൻസ് കമ്മീഷൻ വേണോ? നിങ്ങൾക്കിത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്കിതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇതൊരു പുതിയ ഡിമാൻഡ് അല്ല എന്ന് നമുക്കിന്ന് മനസ്സിലായി. സോ അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത കോണ്ടെക്സ്റ്റിൽ കാണാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ.